ഇന്ന് നമുക്ക് നഗറ്റ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫ്രോസൺ നഗറ്റ്സ് വാങ്ങിയിട്ട് മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു നഗറ്റ്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. കാരണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മുഴുവൻ ചിക്കനും നമുക്ക് ഇതിലിട്ടിട്ട് അടിച്ചെടുക്കാം. അതല്ല ചെറിയ ജാറിലാണ് നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ്. ഈ ഒരു സോസ് എന്തായാലും ചേർക്കണം. ഈ ഒരു സോസ് ചേർക്കുന്ന സമയത്ത് നമ്മൾ നഗറ്റ്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചിലർ സോയാ സോസ് ചേർക്കാറില്ല, പക്ഷേ എനിക്ക് ഒരു സോസ് ചേർത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. അതല്ല നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് വിനീഗറാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു ചിക്കന് അടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാണ്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വിനീഗർ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അടിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ഉള്ളു നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് ഈ ഒരു ചിക്കനെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അതുപോലെ പെട്ടെന്ന് അടിച്ചെടുക്കാനും പറ്റും. ഇനി നമുക്ക് ഈ ഒരു അടിച്ചെടുത്ത ചിക്കന് ഒരു ബൗളാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കണം. കാരണം നമ്മൾ ഈ ഒരു സോയാ സോസും അതുപോലെ വിനീഗറും കുരുമുളകെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ചിക്കന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചിക്കൻ കുറച്ചുകൂടി ടൈറ്റ് ആവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് തീരെ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു ലൂസായ പോലെ ഉണ്ടാകും ചിക്കന്. അപ്പോൾ നമുക്കിത് അടച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇനി നമുക്ക് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് മൈദ എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറുമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദ എടുത്താൽ മതി. 1/2 കപ്പ് മൈദൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് അധികം മൈദ എടുത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കോട്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് 1/2 കപ്പ് എടുക്കുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മൈദ ബാക്കിയായിരിക്കും. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഒറിഗാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കുക. എനിക്ക് ഒരു ഒറിഗാനോ ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മൈദയിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർക്ക് ഈ ഒരു ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചേർക്കണ്ട. പക്ഷേ എനിക്കിതിലേക്ക് ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നഗറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നല്ല വലിയ നഗറ്റ്സാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു നഗറ്റ്സ് തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു ചിക്കൻ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ ബ്രെഡ് ക്രംസ് ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഹാർഡായി പോവും. അപ്പം കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി.
അതേപോലെ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്കിത് വിചാരിച്ച പോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ലാസ്റ്റ് ബ്രെഡ് ക്രംസിൽ മുക്കി കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് മൈദയിലും മുക്കി മുട്ടയിലും മുക്കിയിലും എടുക്കുന്നത് ഈ ഒരു ഷേപ്പ് കുറച്ച് മാറിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ലാസ്റ്റ് ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മൈദ കൊണ്ട് ഒന്ന് കോട്ടിങ് കൊടുക്കുക. അതിനുശേഷം മുട്ടയിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പം ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ട് ഇഷ്ടാനുസരണം നിങ്ങൾ കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് മുങ്ങി പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ എടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം തീ നല്ലവണ്ണം കുറച്ച് വെക്കുക. കാരണം ഈ ഒരു നഗറ്റ്സ് ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരേണ്ടതാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം വേഗം ഇത് കളർ മാറി വരും, അതേസമയത്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ഭാഗം കരിഞ്ഞു പോകാതെ മറിച്ചിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരികയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.